ഹായ്. അപ്പം എല്ലാവരും യൂട്യൂബിലൂടെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിലും മെസ്സേജിലൂടെ ആണെങ്കിലും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ മേക്കപ്പ് പ്രോഡക്ട്സ് ചേച്ചി പരിചയപ്പെടുത്തുമോ എന്നുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നത് ലിപ് ഷെയ്ഡിനെ കുറിച്ചാണ്. അപ്പം ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ലിപ് ഷെയ്ഡും ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് കാണിച്ചു തരട്ടെ ഏതാണെന്നുള്ളത്. അപ്പം ഇതെൻ്റെ മേക്കപ്പ് പൗച്ച് ആട്ടോ. സൂപ്പറാണ്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പൗച്ചാണ്. ഫേസ് സ്കാനയുടെ കോഫി മാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇത് ഭയങ്കര നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. മീഡിയം ടു ഡാർക്ക് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നും വരാറില്ല. നമുക്ക് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും അടിപൊളിയായിട്ട് പോകാം. ലോങ് ലാസ്റ്റിംഗ് ആണ്, അധികം പെട്ടെന്ന് പോവാറില്ല കേട്ടോ. ഞാൻ രാവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം വരെ ഒരു ചെറിയൊരു ഷെയ്ഡായിട്ട് അങ്ങനെ തന്നെ നിൽക്കാറുണ്ട്. അപ്പം ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതും എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് കേട്ടോ. ഇതും മാക്കിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യാറുള്ളൂ, കാരണം ഇതിന് കുറച്ച് കോസ്റ്റ്ലിയാണ്. 3000 ആൻഡ് സംതിങ്. ഇത് ലോക്ക്ഡ് കിസ് എന്നുള്ള ഒരു മാക്കിൻ്റെ തന്നെ ഒരു സൂപ്പർ ഷെയ്ഡാണ്. അപ്പോൾ ലിപ്സ്റ്റിക് ഇടാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ടിപ്പ് പറഞ്ഞു തന്നാലോ? എന്താ അറിയോ, നമ്മുടെ കയ്യിൽ ഒരൊറ്റ ലിപ് ലൈനർ മതി. ഒരു ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഒരു ലിപ് ലൈനർ ഉണ്ടെങ്കിൽ ആ ലിപ് ലൈനർ ഇട്ടിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നത് പോലെ ലിപ് ലൈനർ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ന്യൂഡ് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഏത് ചേരില്ല എന്ന് പറഞ്ഞ് ലിപ് ഷെയ്ഡിൻ്റെ കൂടെ മാച്ചായി പോകുന്ന തരത്തിലുള്ള ഒരു ലിപ് ലൈനറാണ് ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ നിങ്ങളത് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണ്ടവർ ഫോളോ ചെയ്തിട്ട് ലിപ് ഷെയ്ഡ് എന്ന് കമൻറ്റ് ചെയ്യുക. പോരാത്തതിന് നിങ്ങൾക്ക് ഈ കളറിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ. ഇതുപോലെ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും കൂടെ പറയണേ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം വരാം. ഓക്കെ, ടാറ്റാ.